നാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. അതിമനോഹരമായ ആ പാട്ട് നമ്മുടെ നല്ല ഒരു ദിവസത്തിന് തുടക്കത്തിന് ഏറ്റവും അനുയോജ്യമായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതെ, നമ്മൾ ഇന്നുള്ളത് നമുക്ക് കളമശ്ശേരിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്, SMTക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. വളരെ മനോഹരമായ സ്ഥലത്താണ് നമ്മൾ മോർണിംഗ് വാക്കിനായി ഉള്ളത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് വാക്ക് ആരംഭിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എത്ര പേരാണ് മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനും ഒക്കെ ആയിട്ട് തയ്യാറായി നിൽക്കുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ അറിയിക്കുക. അപ്പോൾ ഡേറ്റ് പറഞ്ഞോളാം. ഇന്ന് മെയ് 3 ശനിയാഴ്ചയാണ്. ഇന്നത്തെ ദിവസം നമുക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് ഇന്റർനാഷണൽ വേൾഡ് അല്ലെങ്കിൽ വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആണ്, ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ഇൻ ദ ബ്രേവ് ന്യൂ വേൾഡ്, ദ ഇമ്പാക്ട് ഓഫ് AI ഓൺ പ്രസ് ഫ്രീഡം ആൻഡ് ദ മീഡിയ. നമുക്കറിയാം AI ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന കാലമാണ്. അപ്പോൾ ആ സമയത്ത് ശരിയായ വാർത്തകൾ, സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഭരണഘടനാപരമായ ഒരു സംരക്ഷണമുള്ള കാര്യമാണ് ഈ പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മീഡിയക്കാർ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ നമ്മൾക്ക് നമ്മുടെ ദിനമായിട്ട് തോന്നുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ പത്രസ്വാതന്ത്ര്യം, മീഡിയ എന്ന് പറയുന്നത് ഈ സമൂഹത്തെയൊക്കെ തിരുത്തുന്നതിനുള്ള ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ആ തിരുത്തൽ ശക്തിയായി നിൽക്കാൻ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും എല്ലാം കഴിയണം അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ഒരു ശുഭ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് ആരംഭിക്കുന്നത്. ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്നുണ്ട്, അതിലേക്ക് മെല്ലെ മെല്ലെ കടക്കാം. യെസ്, അപ്പോൾ മോർണിംഗ് വാക്കിലെ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ അതാണ്. നമ്മൾ നടന്നു തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വളരെ വളരെ സങ്കടകരമായ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. രാത്രിയോടെയാണ് ആ വാർത്ത നമ്മളെ തേടിയത്. പക്ഷേ അതിൽ ദാരുണമായി 3 പേരുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ആ വാർത്തയുടെ പുതിയ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഇന്ന് വിദഗ്ധ പരിശോധന നടക്കും. 3 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. വെന്റിലേറ്റർ ലഭ്യമാകാത്തതും പുക ശ്വസിച്ചതുമാണ് 3 പേരുടെ മരണത്തിനിടയാക്കിയതെന്ന് ടി സിദ്ദീഖ് MLA പറഞ്ഞു. നേരത്തെ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നവരാണ് മരിച്ചതെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KG സജീത് കുമാർ പറഞ്ഞു. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അഭി, വളരെ ദുഃഖകരമായ വാർത്തയാണ് അഭിക്ക് പങ്കുവെക്കാനുള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഏതാണ്ട് ഒരു രാത്രി സമയത്താണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ആ സമയത്ത് ആദ്യഘട്ടത്തിൽ ഇത് UPSൽ നിന്നുണ്ടായ ഒരു തീപിടുത്തം എന്ന രീതിയിലൊക്കെ വന്നു. വലിയ കാഷ്വാലിറ്റികളൊന്നും ഉണ്ടാവില്ല എന്ന വാർത്തകളൊക്കെ ആദ്യം വന്നിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ മരണം സംഭവിക്കുന്നത്. 3 പേരുടെ എന്താണ് ഉണ്ടായത് എന്ന് വിദഗ്ധമായി അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം നടപടികളിലേക്ക് ഇന്ന് കടക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഇവരുടെ സംസ്കാരമൊക്കെ അതൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരണങ്ങൾ സംഭവിച്ചത് ആശുപത്രിയിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ടാണ് എന്നതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു ആരോപണമായി ഇന്നലെ നിലനിൽക്കുകയും പിന്നീട് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ അത് തള്ളിക്കളയുകയും ചെയ്തതാണ്. കാരണം 4 പേരുടെ മരണമാണ് സംശയമായി ഉന്നയിച്ചത്. അതിൽ ടി സിദ്ദീഖ് MLA ആയിരുന്നു ആദ്യം ഒരു പ്രതികരണം നടത്തിയത്. ഹോസ്പിറ്റലിൽ പുക ഉണ്ടാകുന്നു, അതിനെ തുടർന്ന് പുറത്തേക്ക് രക്ഷപ്പെടുന്നതിനിടെയാണ് ഈ മരണങ്ങൾ ഉണ്ടായത് എന്നുള്ളൊരു ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പിന്നീട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എത്തിയാണ് അതങ്ങനെയല്ല, നേരത്തെ തന്നെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചതാണ് ഈ 4 പേരെ. അവർ ഈ പുകയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ടല്ല അവരുടെ മരണമുണ്ടായത്. അവർ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഗുരുതരാവസ്ഥയിൽ ഇവിടേക്ക് എത്തിയതാണ് എന്നുള്ളൊരു വിശദീകരണം നൽകുകയായിരുന്നു. ഏതായാലും ഈ 5 പേരിൽ ഒരാൾ സ്പോട്ട് ഡെത്ത് ആണ്. തുടർന്ന് 4 പേരെയാണ് ഈ സംഭവത്തിന് ശേഷം കാഷ്വാലിറ്റിയിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റിയത്.
അതിൽ ഒരാൾ വിഷം കഴിച്ച് മരിച്ചതാണ്. അങ്ങനെ ഈ സ്പോട്ട് ഡെത്ത് നടന്നതും ഈ വിഷം കഴിച്ച് മരിച്ചതും ഉൾപ്പെടെ 2 പേരുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഒരു ഉറപ്പുണ്ടായിട്ടുള്ളത്. അത് പോസ്റ്റ്മോർട്ടം അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി നടക്കുകയും ചെയ്യും. മറ്റ് 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടക്കണമെങ്കിൽ കുടുംബത്തിൻ്റെ പരാതി ഉണ്ടാവേണ്ടതുണ്ട്. കുടുംബം ഇക്കാര്യത്തിൽ ഒരു പരാതി ഉന്നയിക്കുകയാണെങ്കിൽ ഇവരുടെയും പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഇന്നലെ നൽകിയ ഒരു പ്രതികരണം. ഏതായാലും ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് തന്നെ പറയാം. ഇതെങ്ങനെയുണ്ടായി, ഈ പുക ഉയർന്നത്, ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തി എന്നതിൽ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പ്രാഥമികമായ ഒരു പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധരും ഒക്കെ തന്നെ നൽകിയൊരു മറുപടി ഈ CT സ്കാൻ റൂമിലെ UPS-ൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, അങ്ങനെയാണ് ഇങ്ങനെ വലിയൊരു പ്രശ്നം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും അത് അങ്ങനെ തന്നെയാണോ, മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ പുക ഉയരുന്നതിൻ്റെ പുറകിലുണ്ടോ എന്നതിലൊക്കെ നമുക്ക് ഇന്നൊരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ തന്നെ ഈ വിദഗ്ധ സംഘത്തിൻ്റെയൊക്കെ പരിശോധന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ ഈ പുതിയ ബ്ലോക്ക്, അതായത് കാഷ്വാലിറ്റി PMSSY ബ്ലോക്ക് സീൽ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പ്രവേശനമില്ല. കഴിഞ്ഞ ദിവസം തന്നെ അവിടെയുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ ഒക്കെ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. അത് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊക്കെ ഇന്ന് കടക്കും. മുഴുവൻ പേരെയും ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തുടക്കത്തിൽ തന്നെ ഒരു ആശങ്ക നിലനിന്നിരുന്നു. ഇതൊരു പക്ഷേ തീയായി മാറുമോ, തീപിടുത്തത്തിലേക്കൊക്കെ ഇത് വ്യാപിക്കുമോ എന്നതടക്കമുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. പുക ഉയരുന്നതാണ് ആദ്യം ഈ ആശുപത്രിയിലുള്ളവർ, അവിടേക്ക് എത്തിയവർ കണ്ടത്. പിന്നാലെ അവർ എല്ലാവരും തന്നെ ഭയപ്പെട്ട് ആശുപത്രിക്ക് പുറകിലേക്ക് ഓടി. രോഗികളെ മറ്റാശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലും ബീച്ച് ആശുപത്രിയിലും ഒപ്പം മെഡിക്കൽ കോളേജിൽ തന്നെ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലങ്ങളിലേക്ക് ഈ രോഗികളെയൊക്കെ ഉടൻ തന്നെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങളെ ചെന്നുകൊണ്ട് എത്തിക്കാതിരുന്നത്. പിന്നാലെയാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജീവൻ രക്ഷാ കേന്ദ്രങ്ങളാണല്ലോ ആശുപത്രികൾ. അപ്പോൾ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കാനെത്തുന്നവരുടെ ജീവൻ പൊലിയുന്നു. അത് ഏത് കാരണം കൊണ്ടാണെങ്കിലും അത് ന്യായീകരിക്കാനാവില്ല. പക്ഷെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ചില ന്യായീകരണങ്ങൾ വരുന്നുണ്ട്. ഈ മരിച്ചവരുടെ ബന്ധുക്കൾ അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കൃഷ്ണ, അതിലിപ്പോൾ ചില ആരോപണങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതിലൊന്ന് വയനാട് കോട്ടപ്പടി സ്വദേശിയായ നസീറയുടെ കുടുംബമാണ്. ഈ നസീറയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം MLA T സിദ്ദിഖ് MLA ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർത്തിയിരുന്നത്. കാരണം വിഷം കഴിച്ചാണ് നസീറയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു. പിന്നീട് അവർ സുഖം പ്രാപിച്ചു. തുടർന്ന് ഈ അപകടം ഉണ്ടായ സമയത്ത് അവർക്ക് കൃത്യമായി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇവരുടെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് T സിദ്ദിഖ് MLA പറഞ്ഞിരിക്കുന്നത്. കുടുംബവും സമാന രീതിയിലുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇവരുടെ ആരോഗ്യം മെച്ചപ്പെട്ട് വന്നിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ ഏതാണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതാണ്. പക്ഷേ പിന്നീട് ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി അത് വഷളാകുന്നു. അങ്ങനെയാണ് അവരുടെ മരണം സംഭവിച്ചത് എന്നാണ്, അതായത് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പോസ്റ്റ്മോർട്ടം അടക്കം കഴിയുമ്പോൾ മാത്രമേ നമുക്കതിലൊരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ UPS കത്തിയതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലും പരിശോധനയുണ്ടാകും. അതിനുശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൃത്യമായൊരു അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഏതായാലും മറ്റാശുപത്രികളിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബീച്ച് ആശുപത്രിയിലൊക്കെ ആൾക്കാരെ, ഇവിടെ നിന്നുള്ള രോഗികളെ മാറ്റിയിട്ടുണ്ട്. സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. കൃത്യമായ പരിചരണം ഉറപ്പുവരുത്തും എന്നുകൂടി നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അധികൃതർ. കൂടാതെ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഒരു സംഘം 2 ദിവസത്തേക്ക് ബീച്ച് ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് സർവ്വമേഖലകളിലും കൃത്യമായ സജ്ജീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റ് വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതെ തന്നെ ഇതിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ കാഷ്വാലിറ്റി എങ്ങനെ പ്രവർത്തിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിലും വരും മണിക്കൂറുകളിൽ അക്കാര്യത്തിലും നമുക്കൊരു വ്യക്തമായ ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിലവിൽ അവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സീൽ ചെയ്തിട്ടുണ്ട്. കാഷ്വാലിറ്റി ഇനിയിപ്പോൾ ഗുരുതരാവസ്ഥയിലൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് വരികയാണെങ്കിൽ, കാരണം മെഡിക്കൽ കോളേജിനെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന, മലബാറിൽ തന്നെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. അപ്പോൾ അതിനു കൂടി വേണ്ട ഒരു സംവിധാനം എങ്ങനെയാണെന്ന് നമുക്ക് ഇന്ന് തന്നെ അല്പസമയത്തിനകം വ്യക്തമാകും. പ്രജിത്ത്.
യെസ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ചേച്ചി ഈ പറയുന്ന പോലെ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരുപാട് വാർത്തകൾ സംഭവിക്കാറുണ്ട് അങ്ങനെ. അതിലൊക്കെ നമ്മൾ ഞെട്ടുന്നതുമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ, ഇതും കോഴിക്കോട് ആണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ UPS റൂമിലൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തം, അത് പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലെ എന്തുകൊണ്ട് അത് പെട്ടെന്ന് അണയ്ക്കാൻ കഴിഞ്ഞില്ല? പിന്നെ ഉണ്ടായിരുന്ന പുക, അതിൽ നിന്നും എങ്ങനെയാണ് ഇത്രമാത്രം എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് പുക വ്യാപിച്ചത് എന്നൊക്കെയുള്ളതിൽ ഒരു വിശദമായ അന്വേഷണം ആവശ്യമുണ്ട്. അതെ, കാരണം നമ്മൾ എല്ലാം വിശ്വസിച്ച് 100% വിശ്വസിച്ചാണ് നമ്മുടെ ഒരു സ്വകാര്യ ഇടമല്ലാത്ത ഒരു പൊതു ഇടത്തിൽ പോയി, ജീവൻ രക്ഷാ കേന്ദ്രത്തിൽ പോയി നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത്തരത്തിലുള്ള നമ്മുടെ ജീവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു പ്ലാൻ B എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ആ കാര്യത്തിൽ ചിന്തയും ഇതിലൊരു വിശദീകരണവും നിഗമനങ്ങളും ഒക്കെ വരേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് അഭിജിത്ത് പറഞ്ഞ വാർത്തയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിലാണ് നസീറ മരിച്ചതെന്ന് സഹോദരൻ യൂസഫ് അലി 24-നോട് പറഞ്ഞു. ടി സിദ്ദിഖ് MLA പറഞ്ഞതാണ് വസ്തുതയെന്നാണ് അദ്ദേഹം പറയുന്നത്. വെന്റിലേറ്ററിന്റെ സഹായം ലഭിക്കാത്തതാണ് മരണത്തിന് കാരണമായത്. ആത്മഹത്യക്ക് ശ്രമിച്ച നസീറ അപകടനില തരണം ചെയ്തിരുന്നുവെന്ന് മകളുടെ ഭർത്താവ് നൈസൽ അത് പറയുന്നുണ്ട്. സമീർ സി മുഹമ്മദ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അത് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണമാണ് ടി സിദ്ദിഖ് MLA ഉന്നയിച്ചത്. 3 പേരുടെ മരണത്തിന് ഈ സംഭവം ഇടയാക്കി എന്നാണ് MLA ആരോപിക്കുന്നത്. ഈ സംഭവത്തിൽ ഒരാൾ മരിച്ചത് അദ്ദേഹം അറിയാവുന്ന വ്യക്തികൾ തന്നെയാണ്. മേപ്പാടി സ്വദേശികളായിട്ടുള്ള നസീറ എന്ന 44-കാരി. അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ഇപ്പോൾ MLA പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മരണത്തിന് ഇടയായത് ഇന്നുണ്ടായ അപകടമാണ് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, എൻ്റെ സിസ്റ്റർ വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തീപിടുത്ത ഇത് വന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതാക്കി ഞങ്ങൾ ICUന്ന് ഇവരെ പുറത്തേക്ക് ഞങ്ങൾ കയറിയിട്ടാണ് ഇറക്കുന്നത്. അവിടെ ഒരു എമർജൻസി ഡോറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ വെന്റിലേറ്ററിലൂടെ ഉള്ള പേഷ്യൻ്റ് അതിലേക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്തെ ഡോറ് ഞങ്ങളെല്ലാവരും കൂടി ചവിട്ടി പൊളിച്ചിട്ടാണ് ഇവരെ പുറത്തേക്ക് ഇറക്കി. ICUലുള്ള പേഷ്യൻറ്റിന് മൊത്തം ഇടുപ്പ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നോക്കാം, പിന്നെ ശ്രമിക്കാമെന്നാണ് പറഞ്ഞത്. ഇവിടെ എത്തിയപ്പം ഇടുപ്പ് തീരല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അവർ ശ്രമിച്ച് നോക്കാമെന്നുള്ള ഇതാ പറഞ്ഞത്. പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആയപ്പോഴത്തേന് പിന്നെ ആൾ ഇതായിരുന്നില്ല വിളിച്ച് പറഞ്ഞു ചെയ്തു. ആത്മഹത്യക്ക് ശ്രമിച്ചു, അതുമായി ബന്ധപ്പെട്ടുള്ള അതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വലിയ റിക്കവറി ഉണ്ടായിരുന്നു. ആ വേളയിലാണോ ഈ സംഭവം ഉണ്ടായത്? അതെ, റിക്കവറി ആയി വന്നതായിരുന്നു. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ ഇന്നലെ രാത്രിയായിരുന്നു ഇവിടെ എത്തിയത്. അപ്പോൾ അതിൽ നിന്ന് റിക്കവറി ആയി മരുന്നൊക്കെ വാങ്ങിപ്പിച്ച് മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഭക്ഷണം ജ്യൂസാക്കി കൊടുക്കാൻ പറഞ്ഞ് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് ഭക്ഷണം കഴിച്ചതായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ അത്ര ഇത് വന്നത്, ഇത് വന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്. അല്ല അങ്ങനെ വരില്ലായിരുന്നു ഞങ്ങൾക്ക്. അതെ, വെന്റിലേറ്ററിന് മറ്റേ പകരം ഒരു സംവിധാനം അവർ ഹോസ്പിറ്റലിൽ ഇവർക്ക് കാണാൻ സാധിച്ചില്ല. മെയിനായിട്ട് അവിടെ എമർജൻസി ഡോറില്ല. ഒരു എമർജൻസി ഡോർ എന്തെങ്കിലും സംഭവിച്ചാൽ പുറത്തേക്ക് പോകാനുള്ള ഒരു ഡോറില്ലായിരുന്നു അവിടെ. അതാണ് ഇത്ര ഇത് വന്നത്. അപ്പം അങ്ങനെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതോടെ നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. അതില്ല, എമർജൻസി ഡോർ ഇല്ലാത്തതും കൊണ്ടാണ് ഇങ്ങനെ ഇത് ഒഴിവാക്കി കൊണ്ടുപോകേണ്ടി വന്നത്. MLA പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുകയാണ് നസീറുടെ സഹോദരനും അതുപോലെ തന്നെ മരുമകനും. എന്തായാലും മെഡിക്കൽ കോളേജ് അധികൃതർ ഈ വിഷയം തള്ളുകയാണ്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത് അങ്ങനെയല്ല, നേരത്തെ തന്നെ അവരുടെ ആരോഗ്യനില വഷളായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള മരണമാണ് എന്നുമാണ്. കോഴിക്കോട് നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. യെസ്, സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. കൃഷ്ണ, എനിക്ക് തോന്നുന്നത് ഈ പറയുന്നത് പോലെ മരണം എങ്ങനെ ഉണ്ടായി, അത് ഈ അപകടത്തെ തുടർന്നാണോ അല്ല അതിന് മുൻപാണോ എന്നൊക്കെയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആശുപത്രി അധികൃതർ സമ്മതിക്കുന്നില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഈ ആനുകൂല്യങ്ങളടക്കം ലഭിക്കുന്നതിലൊക്കെ അത് വലിയ തടസ്സമായി മാറും. മാത്രമല്ല ഉത്തരവാദിത്തം ആർക്കാണ്, അത് കൃത്യമായി ഏറ്റെടുക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് രാവിലെ കമന്റ്സുമായിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ സീന മുഹമ്മദ് ആളപായമില്ല എന്നായിരുന്നു കരുതിയിരുന്നതെന്ന് പറയുന്നു, പക്ഷെ ഉണ്ടായിരുന്നു. എബ്രഹാം തോമസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകൾ അവരുടെ വീഴ്ചകൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആതിരാമുക്കം പറയുന്നു, ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ മൂലം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന് ഇല്ലാത്ത ചീത്തപ്പേരില്ല ഇപ്പോൾ എന്നാണ് പറയുന്നത്. കാരണം ഒന്നിനു പിറകെ ഓരോ വാർത്തകൾ വരുന്നുണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ഷിബിൻ സേവ്യർ, ഷോർട്ട് കട്ട് ആണെങ്കിൽ മന്ത്രിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുണ്ട്. ആതിരാമുക്കം, ഷാനിബ്, അനിൽകുമാർ,
സജീവ് ശ്രീരാജ്, ഇങ്ങനെ ഒരുപാട് പ്രേക്ഷകർ അവർ ഗുഡ് മോർണിംഗും അവരുടേതായിട്ടുള്ള കമന്റ്സും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു വാർത്തയിലേക്ക് പോകണം. അതെ, സമീറിന്റെ മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നത് ടി സിദ്ദിഖ് MLA-ക്കെതിരെ കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് രംഗത്തെത്തിയിട്ടുണ്ട്. അപകട സമയത്ത്, അതായത് ഇന്നലെ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഈ അപകട സമയത്ത് MLA ഔചിത്യബോധമില്ലാതെ പെരുമാറി എന്നാണ് ആരോപണം. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കേണ്ട സമയമല്ലെന്നും മരണകാരണം അപകടമാണോ എന്ന് ആശുപത്രി അധികൃതരാണ് വ്യക്തമാക്കേണ്ടതെന്നും ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് പറഞ്ഞു. സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് കൂടി ചേരുകയാണ്. ഈ സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒപ്പം തന്നെ MLA-യുടെ ഈ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു വാർത്ത നമ്മുടെ ഒന്നും ഒരു അനുഭവത്തിലുണ്ടായിട്ടില്ല. അത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത്യാധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള പുതിയൊരു ബ്ലോക്കാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു ചികിത്സാ കേന്ദ്രത്തിൽ വളരെ അസാധാരണമായിട്ടൊരു സംഭവം ഉണ്ടായി. ആ അപകടത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. അത് കൂടുതൽ വ്യാപിക്കാതെ കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താനോ സംഭവങ്ങളുണ്ടാതിരിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ MLA എന്ത് ഉദ്ദേശത്തിലാണ് ഒരു ദാരുണമായ സംഭവം നടന്നപ്പോൾ ഇവിടെ ഒരു ആക്ഷേപമായിട്ട് ഉന്നയിക്കപ്പെട്ടത്, അതാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വളരെ മോശമാണ്. നമ്മുടെ നാട്ടിൽ വിമാന അപകടം ഉണ്ടാകാറുണ്ട്, തീവണ്ടി അപകടം ഉണ്ടാകാറുണ്ട്, പല ദുരന്തങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. ഓരോ ഘട്ടത്തിലും ആ ദുരന്ത സമയത്ത് ഒരിക്കലും ഒരു ഉദ്ദേശവും വെച്ച് സാധാരണ പൊതുപ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സംഭവം നടന്ന ആ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെടേണ്ട ആശയമല്ല ശരിക്കും. അത് കൂടുതൽ പരിശോധിക്കട്ടെ. ഇപ്പോൾ കൂടുതൽ അപകടത്തിലേക്കും മറ്റുള്ള ആളുകളെ ഈ പ്രശ്നങ്ങൾ ബാധിക്കാതിരിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നടത്തിയ പോലെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകർ കാണിക്കേണ്ട മര്യാദയുണ്ട്. ആ സന്ദർഭത്തിൽ ഒരിക്കലും മറ്റൊരു ഉദ്ദേശത്തോടുകൂടി ആക്ഷേപം ഉന്നയിക്കേണ്ട സമയമല്ല ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിലും എല്ലാവരും ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ അപകടമില്ലാത്ത സ്ഥിതി നിലനിർത്തുക. അത് ഏതൊരു അപകടത്തിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ MLA-മാരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ആ സന്ദർഭത്തിൽ ഉന്നയിക്കേണ്ട ആക്ഷേപമല്ല ഇവിടെ MLA ഉന്നയിച്ചിരിക്കുന്നത്. നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് മെഡിക്കൽ കോളേജിലുണ്ടായിട്ടുള്ള തീപിടുത്തം അണക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ഏറെ നേരം പുക നിലനിന്നു. അതാണ് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. യെസ്, അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അതിൽ കൂടുതലായിട്ടുള്ള വാർത്തകൾ, റിപ്പോർട്ടുകളൊക്കെ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യും. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് പോകാം. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഈ പഹൽഗാം ഭീകരാക്രമണം അതെന്തായി, തിരിച്ചടി എന്നുണ്ടാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് നോക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടി കടുപ്പിക്കാൻ ഇന്ത്യ പാകിസ്ഥാനെതിരെ സാമ്പത്തിക നടപടിക്ക് നീക്കം നടത്താനാണ് ആലോചന. ഭീകരവാദ ഫണ്ടിങ്ങും സാമ്പത്തിക ക്രമക്കേടുകളും നിരീക്ഷിക്കുന്ന ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്താനാണ് ഇന്ത്യയുടെ നീക്കം. ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നിക്ഷേപത്തെ അടക്കം അത് ബാധിച്ചേക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പാകിസ്ഥാന് ധനസഹായം നൽകാനുള്ള രാജ്യാന്തര നാണയ നിധിയുടെ തീരുമാനത്തെയും ഇന്ത്യ എതിർത്തേക്കും എന്നറിയുന്നു. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പല വഴികളിലൂടെയുള്ള തിരിച്ചടി, അതാണ് ഇന്ത്യയുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കാൻ കഴിയാം ഈ നീക്കത്തിലൂടെ. നേരത്തെ തന്നെ നമ്മൾ ഈ പറയുന്ന ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു നീക്കം എന്ന് പറയുന്നത് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുക എന്നതായിരുന്നു. ആ രീതിയിലൊരു ദൂരവ്യാപകമായ പ്രത്യാഘാതം അത് പാകിസ്ഥാൻ ഉണ്ടാക്കുക എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് സാമ്പത്തികമായും അവരുടെ കാർഷികപരമായുള്ള ഒരു വലിയ ആഘാതം അവിടെ ഉണ്ടാക്കാൻ കഴിയും. പിന്നാലെ നമ്മൾ സേനാ നീക്കം കണ്ടു, അത് ഇപ്പോഴും ഉണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക നീക്കം കൂടി വരുന്നു. അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പ്രജൻ സൂചിപ്പിച്ചതുപോലെ ഇതിനിടയിൽ വ്യോമമേഖലയിൽ കൂടി കടുത്ത വിലക്ക് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക മേഖലയിൽ കൂടി ഒരു കടുത്ത നടപടിക്ക് നീക്കം നടത്തുന്നത്. ഇതിൽ ഈ ഭീകരവാദ ഫണ്ടിങ്ങും ഒപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേടും ഒക്കെ നിരീക്ഷിക്കുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്താനാണ് ഇന്ത്യയുടെ നീക്കം. ഈ ലിസ്റ്റിൽ നേരത്തെ തന്നെ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ കഴിഞ്ഞ കുറച്ച്
വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ ആ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാനെ പിന്നീട് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ സാമ്പത്തിക നടപടിക്രമങ്ങളെയും ഒപ്പം തന്നെ നിക്ഷേപത്തെയും അടക്കം വലിയ തോതിൽ ബാധിക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. ആ സാധ്യത തന്നെയാണ് ഇന്ത്യയും ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം പാകിസ്ഥാന് സഹായം നൽകാനുള്ള $7 ബില്യൺ സഹായം നൽകാനുള്ള രാജ്യാന്തര നാണയനിധിയുടെ നീക്കത്തെയും ഇന്ത്യ ശക്തമായി തന്നെ എതിർക്കും. ഇങ്ങനെ ലഭിക്കുന്ന ഈ ഫണ്ടിങ് ഭീകരവാദത്തിനായി പാകിസ്ഥാൻ വിനിയോഗിക്കുമെന്ന കാര്യമായിരിക്കും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുക. ഇങ്ങനെ കടുത്ത നടപടിയിലേക്കടക്കം പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയിലേക്കടക്കം നീങ്ങാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ അധികം വൈകാതെ തന്നെ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയ്ക്ക് ഇപ്പോൾ മെയ് 9 ഒരു പരിപാടി റഷ്യയിൽ നടക്കുന്ന മോസ്കോയിൽ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ അവരുടെ വിജയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടിയാണ്. ആ പരിപാടിയിൽ ആദ്യം പ്രധാനമന്ത്രിയാണ് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നാലെ ഈ ഭീകരാക്രമണവും അതിന് തുടർന്നുണ്ടായ പശ്ചാത്തലങ്ങളും ഒക്കെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കില്ല, പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിക്ക് പകരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആ പരിപാടിയിൽ പങ്കെടുത്തേക്കുമെന്നാണ് അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. പ്രതിരോധ മന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തേക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാന കാരണം തന്നെയാണ്. ഈ അദ്ദേഹം പ്രതിരോധ മന്ത്രിയാണ്. സൈനിക നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ആ പരിപാടിയിൽ പങ്കെടുത്തേക്കില്ല അദ്ദേഹം എന്നൊരു റിപ്പോർട്ട് കൂടി നമുക്ക് ലഭ്യമാവുന്നത്. ഒപ്പം തന്നെ ഈ മേഖലകളിൽ ജമ്മുകാശ്മീരിലെ അടക്കം വിവിധ മേഖലകളിൽ ഇപ്പോഴും ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുമുണ്ട്. ഈ അതിർത്തിയിലടക്കം ശക്തമായിട്ടുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഈ സ്ഥിതിഗതികളടക്കം ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ കേന്ദ്ര മന്ത്രിമാരും ഒക്കെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ കഴിയുന്നതും ഒരു യുദ്ധരഹിത പരിഹാരത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതേസമയം തന്നെ അതിന്റെ ഇരട്ടി ആഘാതം പാകിസ്ഥാൻ ഉണ്ടാകുന്ന രീതിയിലുള്ള നടപടികളാണ്. ഈ ഫൈനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഈ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത് എനിക്കൊന്ന് മുമ്പും പാകിസ്ഥാൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ, പുറത്തു വന്നതാണ്. അപ്പോൾ ഈ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ പല സാമ്പത്തിക സഹായങ്ങൾക്കും തടസ്സമാകും. IMF-ന്റെ ഫണ്ട്, വലിയ തോതിൽ ഫണ്ട് കൊടുക്കുന്ന ആ ഫണ്ട് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാനാകാത്ത ഒരു അവസ്ഥയിലാണ് ഇത് ചെയ്തത്. അതെ. അപ്പൊ ഈ കാര്യങ്ങൾ ഇനി ഒരു എക്സ്പ്ലെയിനർ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുകയാണ്. രണ്ട് സുപ്രധാന നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കം. മറ്റൊന്ന് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ സാമ്പത്തിക പാക്കേജ് മരവിപ്പിക്കൽ. ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണമൊഴുക്കിലും കടുത്ത നിയന്ത്രണമുണ്ടാകും. പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മമായി നിരീക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. 2018 ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. 2022 ഒക്ടോബറിൽ ഈ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാനെ നീക്കം ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് അനധികൃതമായ പണമൊഴുക്ക് തടയാൻ, പ്രത്യേകിച്ച് ജമ്മു കശ്മീരിലേക്ക് അനധികൃതമായി പണം ഒഴുകുന്നത് തടയാൻ ഈ നടപടികൾ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് FATF-ലെ മറ്റംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. വർഷത്തിൽ 3 തവണ ചേരുന്ന പ്ലീനറി, ആ പ്ലീനറിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഫെബ്രുവരി, ജൂൺ, ഒക്ടോബർ മാസങ്ങളിലാണ് പ്ലീനറി ചേരുക. 38 രാജ്യങ്ങളും 2 സംഘടനകളും ഉൾപ്പെടെ 40 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ UK, US, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, യൂറോപ്യൻ കമ്മീഷൻ, ഗൾഫ് സഹകരണ കൗൺസിലിലെ പ്രമുഖരായ സൗദി അറേബ്യ, UAE തുടങ്ങിയ 23ഓളം അംഗരാജ്യങ്ങളിൽ നിന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് അനുശോചന സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു നടപടി, അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യ എതിർപ്പ് അറിയിച്ചേക്കും. 2024 ജൂലൈ മാസത്തിൽ തുടങ്ങിയ $7 ബില്യൺ പാക്കേജ് അത് തടയണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിക്കും. 3 വർഷമാണ് ഈ സഹായ പാക്കേജിന്റെ കാലാവധി. ഈ ഫണ്ട് ഭീകരാക്രമണത്തിനും മറ്റ് അക്രമങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന വിവരം. നിലവിൽ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഈ 2 നടപടികളും പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. യെസ്, അപ്പോൾ അതാണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഫൈനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റ്, അതിന്റെ പ്രത്യേകത എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് സ്മിത ഹരിദാസ് തയ്യാറാക്കിയ ഈ എക്സ്പ്ലെയിനറിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.